ആ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഓ അവൻ പണിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ ആ അയ്യോ തേക്കും തടിയാ, അതിനൊക്കെ ഒരുപാട് രൂപ വേണ്ടേ? എന്താ പോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛനോടായിരിക്കും അല്ലാതെ ആരോടാ? ആ അതെ ഏട്ടാ, സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ, കുറെ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാം, അതിനെന്താ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. പിന്നെ അല്ല, ഞാൻ ഇപ്പൊ തന്നെ ലിസ്റ്റ് എഴുതി തരാം. ഞാൻ ആ പേപ്പർ നോക്കിട്ട് വരാം. ഏട്ടാ ഇങ്ങോട്ട് വന്നേ. അച്ഛനെ തന്നെ നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അച്ഛനോട് എനിക്ക് ഒന്നും പറയില്ല, ഞാൻ ഭയങ്കര തിരക്കിലാന്ന് പറ. എന്തോ അല്ലേ, അവൻ അത്യാവശ്യമായിട്ട് എവിടെ പോകണം, അവൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞ്. ആ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നും വല്ലപ്പോഴും ഇങ്ങനെ പൈസ അയച്ചാൽ മതിയാ, ഒന്നും ഇങ്ങോട്ട് വരാത്തത്? എനിക്കൊന്ന് കാണണ്ടേ വല്ലപ്പോഴെങ്കിലും? ആ അല്ല, അയ്യോ അവൻ ഒരു ദേഷ്യവും ഇല്ല. അവനില്ല, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കത്തേട്ടിനോട് അടിക്കണമെന്ന് പറഞ്ഞ അതേ രീതിയിലാണ് അവൻ വളരുന്നത്. ആ ചുണ്ടിയുള്ള അല്ലാതെ ഒന്നുമില്ല അവന്. അവനല്ല പിന്നെ ആരാ ഇവിടുത്തെ എല്ലാ കാര്യം നോക്കുന്നത്? പിന്നെ വല്ലപ്പോഴും നിങ്ങൾ തരുന്നത്. ശരി, ഓ പറയാം. അരി 10 കിലോ. അരി 10 കിലോ. അരി 10 കിലോ. പഞ്ചസാര 1 കിലോ. പഞ്ചസാര 1 കിലോ. സവാള 1 കിലോ. സവാള 1 കിലോ. ഉള്ളി ഉള്ളി 1 ചാക്ക്. ചാക്കോ? ഒരു ചാക്കോ? എത്ര കൊണ്ട് പറ? 1 കിലോ. ആ 1 കിലോ. പിന്നെ തക്കാളി വേണം. തക്കാളി വേണം. ഏട്ടാ, കഴിഞ്ഞ തവണ വാങ്ങിച്ച തക്കാളി മുഴുവൻ ചീഞ്ഞതായിരുന്നു, നോക്കി വാങ്ങിക്കണം കേട്ടോ. ആ അപ്പൊ എത്രയാണ്? ഒരു പെട്ടിയോ? എത്ര വേണ്ടത് പറയ്. തക്കാളി 1 കിലോ. 1 കിലോ. പിന്നെ ചായപ്പൊടി. ചായപ്പൊടി. ബിസ്ക്കറ്റ്. ആ ഏട്ടാ, ബിസ്ക്കറ്റ് മേടിക്കണേ. ബിസ്ക്കറ്റ് മേടിക്കണേ. ബിസ്ക്കറ്റ് പിന്നെ ക്രീം ബിസ്ക്കറ്റ് മേടിക്കണം. മറ്റേ ബിസ്ക്കറ്റ് മേടിച്ച് ഇവരൊന്നും കഴിക്കത്തില്ല. മറ്റേ ബിസ്ക്കറ്റ് മേടി എന്താ മേടിക്കണ്ടേ? ക്രീം ബിസ്ക്കറ്റ്. ക്രീം ബിസ്ക്കറ്റോ? ആ ക്രീം ബിസ്ക്കറ്റ്. പിന്നെ പുട്ടുപൊടി എഴുതിയായിരുന്നോ? പുട്ടുപൊടി എഴുതിയിട്ടില്ല. പുട്ടുപൊടി. പുട്ടുപൊടി. പിന്നെ തേങ്ങ വേണം. പിന്നെ തേങ്ങ. തേങ്ങ ഒരു 6 എണ്ണം മേടിച്ചോ. ആ അത് 6 എണ്ണം മതിയാവില്ല ഇവിടെ. പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി. മല്ലിപ്പൊടി എത്ര? മല്ലിപ്പൊടി ഒരു സാധാ പാക്കറ്റ്. സാധാ പാക്കറ്റ്. ആ പിന്നെ അത്രയും മതി. എല്ലാം എഴുതിയില്ലേ? ചായപ്പൊടി എഴുതിയില്ലായിരുന്നു? ചായപ്പൊടി എഴുതിയിട്ടില്ല. എഴുതിയില്ലേ? ആ ചായപ്പൊടി എഴുതി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഇത്രയും മതിയോ? ആ അത്രയും മതി. എന്താണ്, എനിക്ക് അവിടെ ഒരുപാട് പണിയുണ്ടെന്ന്. ജാലന്മാരേല് ഞാൻ തെരയാത്ത സ്ഥലമില്ല. റേഷൻ കാർഡ് അതിലൊന്നുമില്ല. റേഷൻ കാർഡ് എവിടെയാണ്? അതില്ലേ? ഇല്ല. മറന്നുപോയതല്ലേ. ആര് പറഞ്ഞു? കൊച്ചല്ലേ പറഞ്ഞു ഇക്കാണ് വലിയ മറവി, നനക്കൊരു മറവില്ല എന്നുള്ള പറഞ്ഞില്ല. ആദ്യം ഞാൻ അലമാരിലാണ് വെച്ചത്, പിന്നെ ഞാൻ അത് എടുത്ത് ചെറിയ പെട്ടിയിൽ വെച്ചിരുന്നു. ചെറിയ പെട്ടിയില്? ഇവിടെ മുണ്ടോട്ടിയില്ലേ? മുണ്ടോട്ടി അതാ എവിടെ ഇരിക്കണേ? അതാ നാടുമുറിയിലുണ്ട്, എടുത്തോ. അതിന്റെ ചാവി ഉണ്ടാട്ട്. അതിന്റെ ചാവി ആ വലിയ പെട്ടിയിലിരിക്കണ്ട്. വലിയ പെട്ടി? അതിന്റെ തൊട്ടപ്പുറത്തിരിക്കണ വലിയ പെട്ടിയിലേ. അതിൽ വെച്ച് കൂട്ടിയേക്കാ. വലിയ പെട്ടിയുടെ ചാവി കൊണ്ടാ അത് തുറക്കട്ടെ. വലിയ പെട്ടിയുടെ ചാവി മറ്റേ ചെറിയ പെട്ടിയിലുണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഇപ്പൊ ചെറിയ പെട്ടിയുടെ ചാവി എവിടെ വെച്ച? ചെറിയ പെട്ടിയുടെ ചാവി വലിയ പെട്ടിയിലാണോ വെച്ചേക്കണേ? വെച്ചിട്ടുണ്ട്, നിങ്ങൾ എടുത്തോ. എന്നാ അത് എടുക്കണെങ്കിൽ ആ വലിയ പെട്ടിയുടെ ചാവി വേണല്ലോ. വേണല്ലോ, അതല്ലേ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ആളെ പൊട്ടനാക്കുക. എന്താ പറഞ്ഞേ? എടി, ഒരു പെട്ടി പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാവിച്ച് ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞാ ആ പെട്ടി തുറക്കണെച്ചെങ്കിൽ അത് ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു പറഞ്ഞ അങ്ങനെ എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. എടി എനിക്ക് അതെ, ആ റേഷൻ കാർഡ് വെച്ചേക്കണ ഇപ്പൊ ചെറിയ പെട്ടിയിലാണോ? അതല്ലേ പറഞ്ഞത്, ചെറിയ പെട്ടിയിലാണ്. ചെറിയ പെട്ടിയിലല്ലേ? മുളജ് എന്നെ ഇതാക്കാൻ വേണ്ടിട്ടല്ല. ഇജ ഒന്ന് ശരിക്കും ആലോചിക്കണം. ഞാൻ ചോദിക്കണം, ഇതെന്നെ ഞാൻ തെരഞ്ഞിട്ട് പ്രാന്ത് വന്നിട്ട് അയക്കണേ. ഞാൻ ചെറിയ പെട്ടിയിൽ റേഷൻ കാർഡ് വെച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ആ അതിന്റെ ചാവിയല്ലേ ഇജ്ജ് എടുത്തിട്ട് വലിയ പെട്ടിയിലേക്ക് ഇജ്ജ് വെച്ചേ? വലിയ പെട്ടിയിലേക്ക് വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. അവിടെ എവിടേക്ക് പോണിച്ച്? എടിയ ചെറിയ പെട്ടിയുടെ ചാവി എടുത്തിച്ച് വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയോ? ഇല്ലേ? ഞാൻ വലിയ പെട്ടിയിൽ വെച്ചിട്ട് പൂട്ടിയില്ലേ? അപ്പൊ ആ വലിയ പെട്ടിയുടെ ചാവിയാണ് ഞാൻ ചോദിക്കണേ. ആ എവിടെ? അപ്പൊ അതല്ലേ മലയാളത്തിൽ ഞാൻ പറഞ്ഞത് ചെറിയ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെ പറഞ്ഞേ? 2000 ഉറുപ്പിയോ? ഇത് എവിടുന്ന്?
അമ്മ തന്നാണ്. അതിന് അമ്മയ്ക്ക് വിടുന്ന പൈസ അത് അച്ഛമ്മക്ക് മണി ഓർഡർ വന്നതാ. അച്ഛൻ അയച്ചു കൊടുത്താണ്. അതിന് എനിക്ക് 2000 രൂപ തന്നു. ഓ അത് ശരി. അങ്ങനെ ചെല്ലപ്പനാശാരി ഇപ്പൊ ഈ കുടുംബത്തിന്റെ ചെലവ് നടത്തേണ്ട കാര്യം ഇപ്പൊ ഇല്ല. ഈ പൈസ നീ എന്നെ വെച്ചോ. നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അയച്ചു തന്നത്? നിങ്ങൾ ഇവിടെ ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കും. എനിക്ക് സമയമില്ല നിങ്ങളുടെ കൂടെ നിൽക്കാൻ. എന്താ എന്തിച്ചു പറഞ്ഞേ? ഈ വലിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് ചെറിയ പെട്ടിയിലും വെച്ചു, ചെറിയ പെട്ടിയിലെ ചാവി എടുത്തിട്ട് വലിയ പെട്ടിയിലും വെച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് പറ്റണായി? മനുഷ്യനിക്ക് ദുനിയാവിലൊരു മനുഷ്യനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല പറഞ്ഞായി. ജാളെ കുറങ്ങാക്ക മര്യാദക്ക് ഏതെങ്കിലും ഒരു ചാവിക്ക് കൊണ്ടുവന്നോ? ഇതിന്റെ സ്വഭാവം അറിയൂ. വെറുതെ മനുഷ്യനെ പ്രാന്തടിപ്പിക്കരുത് കേട്ടോ. ഈ ഒരു പെട്ടി പൂട്ടിട്ട് അതിന്റെ ചാവി എവിടെ വെക്കുമ്പോ മറ്റേ പെട്ടിയിലാന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനുഷ്യനെ പ്രാന്തടിപ്പിക്കുന്ന ഒരു എന്താണ് പ്രശ്നം? എന്ത് ഭ്രാന്ത പറഞ്ഞിട്ടൊന്ന് ആലോചിച്ച് വിക്കലൊക്കെ തുടങ്ങി. എന്താണ് ഈയിടെ ചെങ്ങായി ഞാനൊരു പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അതാണ് മറ്റേ പെട്ടിയിലിട്ടിട്ട് പൂട്ടിന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാ അത് അതിൽ കിടന്നോട്ടെ. എന്നാ ആ പെട്ട ചാവി എവിടെ ചോദിക്കുമ്പോ അത് ഇപ്പഴത്തെ പെട്ടിയിലിട്ട് പൂട്ടിന്നു. ഇത് എന്തോർത്താനായി? മനുഷ്യന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാണ്. അങ്ങനെ വരും. അതങ്ങനെ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു പെട്ടി പൂട്ടിട്ടുണ്ട് അല്ലേ? അല്ലാണ്ട് ഇവിടെ ഈ 2 പെട്ടിയിലും അതിന്റെ 2 പെട്ടിയും ചാവി എടുത്തിട്ട് പൂട്ടിന്ന് പറഞ്ഞാലേ അത് എവിടത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് സാധനങ്ങളൊക്കെ. അപ്പൊ അതിങ്ങനെ പൂട്ടി വെക്കില്ലേ നമ്മള്? അതിന്റെ താക്കോല് ചോദിച്ചിട്ടാണ് ഈ വിൽക്കണത്. അത് 2 പെട്ടിയും കൂടി ഒരുമിച്ച് പൂട്ടണ എങ്ങനെയാണ്? അത് വരികുട്ടി പറഞ്ഞ കാര്യല്ലേ? ഞാൻ പൂട്ടിയതാണെന്നേ. ഒരെണ്ണം പൂട്ടിയിട്ടുണ്ടാവില്ല. ആലോചിക്കണ്ടോ? ഇത് ചെയ്ത പണി ആലോചിക്കണ്ടോ? ഒരു പെട്ടിയില് ഇത് ഇട്ടിട്ട് പൂട്ടി ആയിക്കോട്ടെ. അപ്പൊ ആ ചാവി നമുക്ക് ഇങ്ങോട്ട് കിട്ടണല്ലോ. ആ ചാവി മറ്റേ പെട്ടിയിലിട്ട് പൂട്ടി എന്ന് പറഞ്ഞാല് അതെങ്ങനെ നടക്കില്ല. പോയോക്ക് ഇല്ലാതെ പൂട്ടിയിട്ടുണ്ടാവില്ല. പൂട്ടി ഒരു ഞാൻ നോക്കിക്കോളൂ. പോയി നോക്ക്. എങ്ങനെ ഞാൻ വെക്കും മനുഷ്യന്റെ നില പോകുമ്പോ വിക്കി പോണാണ് ഞാൻ. എങ്ങനെ ആലോചിച്ച് നോക്ക്. ഈ ജാതി വർത്താനം പറഞ്ഞാല് അത് ഇങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? 2 അത് ഓർക്കാൻ ഇതിപ്പോ എവിടെ കിട്ടിയ നമുക്ക് ചെറിയ പെട്ടിന്നു. അപ്പൊ പെട്ടി പൂട്ടിയതല്ലേ? പൂട്ടിയതല്ലേ? ഞാൻ അങ്ങനെ അടിയുന്ന ഒരു തട്ടെടുത്തപ്പോ അതിങ്ങനെ തുറന്നു. പൂട്ടിയതായിരുന്നു, പക്ഷെ പൂട്ട് വീണിട്ടില്ലായിരുന്നു. അതെല്ലേ? എനിക്ക് ഏകദേശം മനസ്സിലായോ എന്താ ചെയ്തെന്നുള്ളത്? ഞാൻ പൂട്ടിയതാണ്. പൂട്ട് വീഴാൻ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്റെ ആധാറാണ് ഇപ്പൊ ഈ തരാണ്. കിട്ടിയല്ലോ. അല്ല കിട്ടിയില്ല എന്നുള്ളതല്ല, പണി ആലോചിച്ച് നോക്കേ. അതെന്താന്നറിയ? ഒന്നാമത്തെ കാര്യം അതിന് വെറുതെ ആവശ്യമില്ലാത്ത കുറെ പേപ്പറുകളൊക്കെ കൂടി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടിക്ക് തന്നെ തോന്നിണ്ടാവും പൂട്ടുണ്ടാവുന്ന ആവശ്യമില്ലാത്ത സാധനമാണല്ലോ അതിൽ ഇരിക്കണം. ഞാൻ പൂട്ടിയതാണ്. പൂട്ട് ചെയ്യാത്തതാണ്. ഇത് കിടന്നിട്ട് ഇങ്ങനെ ഉരുളല്ലേ കേട്ടോ. എന്റെ ഈ ഉരുളിച്ച കണ്ടാണ് ഞാൻ. മര്യാദക്ക് പോയിട്ടെ എന്റെ ആധാരം ഇല്ല നോക്ക്. ആധാറൊന്നും ഉണ്ടാവൂല. അത് പഴയ പേപ്പർ. നോക്കണി നമുക്ക് പോയി നോക്കണി കിടന്നിട്ട് ഉരുളാണ്ട്. ഇതാ വലിയ പെട്ട ഒന്ന് തുറന്നിട്ട് അതിൽ ആധാറിന്റെ ഒന്ന് നോക്കട്ടെ. നോക്ക്